ഷെയർ ചെയ്യാൻ പറ്റിയൊരു സാധനം. ഇനി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് വേറെ ഇല്ല. ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങണം. പിന്നല്ലാതെ ഈ ആട്ടും തുപ്പം കെട്ടി ഇവിടെ കഴിയുന്നതിൽ ഭേദം അത് തന്നെ. എങ്ങോട്ട് പോകാനാ? നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? അതുമല്ല, നമ്മൾ അവളെ പേടിച്ച് ഇവിടെ ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാലേ നന്നായിരിക്കും. പിന്നെ അവകാശമില്ല അവൾക്ക് മാത്രമാവുമല്ലോ. പ്രേമവിശ്വാസിയായിട്ടൊന്നുമല്ല അച്ഛൻ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. അതും കളഞ്ഞേച്ച് അങ്ങോട്ട് ചെന്നാലേ അച്ഛനെ രമയ്ക്ക് അറിയാഞ്ഞിട്ടാ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കൊടുത്താ അവൾ ഒന്നുകൂടി ജയിക്കത്തല്ലേ ഉള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കണം. അതാ ബുദ്ധി. അതിനെന്താ ഒരു വഴി? വണ്ടി ഇവിടെ നിൽക്കട്ടെ, ഞാൻ രണ്ടിലൊന്ന് ഇറങ്ങിട്ട് വരാം. ഒടിഞ്ഞ കണ്ണാടി. ആരാ? എങ്ങോട്ടാ? ഇതാണാ ചരക്കല്ലേ? എന്താ പറഞ്ഞേ? അല്ല, ചരക്കെടുക്കാൻ പോവാനുള്ളതാണ്. എനിക്ക് NTR കാണണം. മനസ്സിലായില്ല. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാ മനസ്സിലാകാത്തത്. ഞാൻ പൗർണമിയുടെ അച്ഛനാണ്, പരമാനന്ദൻ നായർ. നമസ്കാരം. പറഞ്ഞറിവേ ഉള്ളൂ. ഇത്ര ചെറുപ്പമാണെന്ന് അറിഞ്ഞില്ല. അകത്തേക്ക് ഇരിക്കാലോ? ഇരിക്കണം. ഇരുന്നുറച്ച് സംസാരിക്കാൻ തന്നെയാ വന്നത്. അല്ല, ഇതാരാ? വരുന്ന വിവരത്തിനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. പാറു, രമണന്റെ അമ്മായച്ചനൊരു ചായ എടുക്ക്. ചായ തന്നെയല്ലേ കഴിക്കാറ്? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കച്ചവടമൊക്കെ എങ്ങനെ പോണു? കച്ചവടത്തിന്റെ കണക്കൊക്കെ മുടങ്ങാതെ സെയിൽസ് ടാക്സ് അറിയിക്കുന്നുണ്ട്. അത് വേണല്ലോ. എന്നാലും ഒരാണ്ടിൽ എത്ര രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്? ടാക്സിന്റെയും ടാക്സിയുടെയും കണക്ക് ബോധിപ്പിക്കാനല്ല ഞാൻ വന്നത്. പരമാനന്ദൻ നായർ ചൂടിലാണല്ലോ. അതെ, ചൂടിലാണ്. അത് ചിലപ്പോ ഈ ഡ്രസ് ഇട്ടാവും. ഇത് എവിടെ തയ്ച്ചത്? എവിടെയാ തയ്ക്കട്ടെ? എനിക്ക് ചിലത് അറിയാനുണ്ട്. നായർക്ക് എന്താ അറിയണ്ടേ? ഭാഗം ചോദിച്ചപ്പോ കോണാൻ പൊക്കി കാണിച്ച് പിള്ളേരെ അവമാനിച്ചെന്ന് കേട്ടല്ലോ. അത് അവമാനിച്ചതല്ലോ, പിന്നെ സ്നേഹിച്ചതാ. സ്നേഹം കൊണ്ടാ. അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൊടുക്കണ്ടേ? എന്റെ നാക്കി ഉറഞ്ഞു വരുന്നു. അപ്പൊ ചൊറിഞ്ഞിട്ട് സംസാരിച്ചാ മതി. എനിക്ക് ധൃതിയില്ലേ, നായർക്ക് ധൃതിയുണ്ടാ? വിളയരുത്. മര്യാദയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുമോ? ആദ്യം താൻ തന്റെ മോൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക്. എന്റെ തുണിക്കട ഞാൻ അന്നേ അവിടെ പേർക്ക് എഴുതി വെച്ചതല്ലേ. താൻ തന്റെ മോൾക്ക് ജെട്ടിയും ബനിയനും കൊടുത്തു, ഞാൻ കോണവും കൊടുത്തു. എന്റെ ചെട്ടിയും ബനിയനോ? ജെ ജെട്ടി അല്ല, അതങ്ങ് മദ്രാസില്. ഇത് ഫുട്പാത്ത് ചെട്ടി. തന്റെ ജൗളിയുടെ ചരിത്രമൊക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞതാ. മോനെ രമണ, അച്ഛയും കുട്ടി ഇങ്ങോട്ട് വാ. അച്ഛനെ മോൻ മണ്ടം കളിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? എന്റെ ബസ്സിൽ സ്ഥിരമായിട്ട് കേറിയിരുന്ന ഇവളെ നിനക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ കണ്ണടച്ചൂന്നേ ഉള്ളൂ. എടോ പരമാനന്ദൻ നായരെ, പരമനാരി എന്നെ വിളിക്കാനോടോ ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണുപൊട്ടണ കള്ളത്തരം പറഞ്ഞ് മകളെ കെട്ടിച്ചയച്ച് തന്തയെ നാറി പിന്നെ എന്തോ വിളിക്കാ? തനിക്ക് വേറെ എന്തെങ്കിലും കുറ്റപ്പേരുണ്ടോ? എനിക്ക് വിളിക്കാൻ കൊതിയായിട്ടാ. ഇങ്ങനെ ശബ്ദം ഉയർത്തി ചേട്ടന് വല്ലതും പറ്റിയ പിന്നെ എനിക്ക് ആരുണ്ട്? ഈ ചെറ്റകൾക്ക് വേണ്ടി എന്തിനായിട്ടാ ഇങ്ങനെ വായിട്ടലയ്ക്കുന്നേ? നോക്കി നിൽക്കാതെ ഇറങ്ങി പോടെ ചെട്ടി. മോളെ, ജട്ടി വെറ്റതിന് കെട്ടി. കരയാതെ മോളെ. തൊട്ടുപോയി തന്നെ തുണിക്കട കൊണ്ട് ലക്ഷപ്രഭു എന്നൊക്കെ പറയാൻ ഞങ്ങൾ പറഞ്ഞു. ഇല്ല. എന്നിട്ട് എന്റെ അച്ഛനെ നിങ്ങളുടെ അച്ഛനെ ആട്ടി ഇറക്കിയപ്പോ നിങ്ങൾ മറുത്തൊരു അക്ഷരം മിണ്ടിയോ? പാവങ്ങളാണെന്ന് കരുതി ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഇന്നെന്താ നീ ഒറ്റയ്ക്കേ ഉള്ളൂ? പൗർണമിക്ക് ചെറിയ തലവേദന. വേദനിക്കും വേദനിക്കും. അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിലേ ദേഹോസകലം വേദനിക്കും. ഇതെന്താ കുക്കറില്? അത് ചിക്കനാ. ഇന്നലെ മെനഞ്ഞാന്ന് ചിക്കനായിരുന്നല്ലോ. ചിക്കൻ എനിക്കിഷ്ടമാ. അതെനിക്കും ഇഷ്ടമാ എന്ന് വിചാരിച്ചേ അമൃതം അധികം ആയാലേ വിഷവാ. അത് മാത്രം. കോഴിക്കൊക്കെ ഇപ്പൊ എന്താ വില? അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന മുതലേ തിന്നു തീർക്കാൻ എളുപ്പമാ. ഇതുപോലെ ആഴ്ചയിൽ ഒഴിക്കാൻ മതി ചിക്കൻ. ഓ എന്താ? ചോറ് റെഡിയായെങ്കിൽ ഇത്തിരി കഞ്ഞോളം കുടിക്കായിരുന്നു. അരി വാർക്കുമ്പോ വെള്ളം തിണ്ണയെ വെച്ചിരിക്കുന്ന ചരുവത്തേൽ ഒഴിക്കും. അതേന്നങ്ങ് കുടിച്ചാ മതി. അയ്യേ, അത് പശുവിന്റെ ചരുവല്ലേ? തൊഴുത്തിലും മുറ്റത്തും ഉള്ളവർക്കേ ഇവിടെ ഒരൊറ്റ ചരുവേ ഉള്ളൂ. അടുക്കള വാതിൽ മണത്ത് നിൽക്കാറങ്ങ് ചെല്ല. നാളെ മുതൽ എന്നും കൃത്യം 1 മണിക്ക് തന്നെ ഊണ് റെഡിയാവണം. അത് കഴിഞ്ഞാ പിന്നെ എനിക്ക് ഗ്യാസാ. മനസ്സിലായല്ലോ? അധികം താമസിയാതെ നിന്റെ ഗ്യാസ് ഞാൻ ഊരി വിടുന്നുണ്ടടി. എങ്ങനെ ഊരി വിടുന്ന? വഴിയുണ്ട്. അതിന് നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട്
കൊള്ളത്തില്ല. അത് ശരിയാ. പക്ഷേ ഗുണ്ടൂരുകാരി പാർവതിയുടെ പീഡനത്തിൽ അമർഷം പൂണ്ട മറ്റൊരാളുണ്ട്. അയാളെ പിടിക്കാം. ആരാ അയാള്? ആഹാ, അതിന് വേറെ ആളെ നോക്കണം. ഏയ് സാരഥി, പെണ്ണുങ്ങളുടെ നിക്ക്, താളത്തിലുള്ളാലേ സാരഥി, എന്നെ കിട്ടൂല. സാരഥി, നിക്ക്. ഒന്ന് നിക്ക്, പറയട്ടെ. ആ തെലുങ്കത്തി ഒതുക്കാൻ നീ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ. നീയും കാണുന്നില്ലേ ഞങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പാട്? സത്യം പറഞ്ഞ മുതലാളി അവരെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോ മനസ്സുകൊണ്ട് ഞാൻ സന്തോഷിച്ചതാണ്. നിങ്ങളുടെ അഹങ്കാരങ്ങൾ ഒന്ന് കുറയലെന്ന് ഓർത്ത്. പക്ഷെ വന്ന് അവരെനിക്കും പാരേ. ആ, അത് തന്നെ ഞങ്ങളും പറയുന്നേ. ആ പാരയുടെ മോനെ ഒന്ന് ഒടിക്കണ്ടേ? എങ്ങനെ? കുറഞ്ഞതൊരു 6 മാസം മുറി വിടാതെ കട്ടിലിൽ തന്നെ കിടക്കണം. അതവര് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, നമ്മൾ അവരെ കിടത്തണമെന്ന്. പിടിച്ചു കിടത്താന്ന് വെച്ചാ നമ്മൾ പോകുമ്പോ അവർ എഴുന്നേറ്റ് പോവില്ലേ? അയ്യോ, അതല്ല, പിന്നെ? അനങ്ങാൻ പറ്റാതെ കിടക്കണം. ഞാനങ്ങ് അതൊക്കെ കിടക്കാൻ പറഞ്ഞ അവര് കിടക്കോ? പിന്നെ വല്ല ശരീരം നടന്ന് എവിടെയെങ്കിലും കിടക്കണം. ആ, അത് തന്നെയാ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ, അങ്ങനെ പറ. അതിന് വഴിയുണ്ട്. പിള്ളവാദം വരണം. മുതിർന്നവർക്ക് പിള്ളവാദം വരൂ? വരുത്തണം, പക്ഷെ അതിന് താൻ വിചാരിക്കണം. അതെങ്ങനെ? ദാറ്റ് ഈസ് വെരി സിമ്പിൾ. താനും അവരുമായി ഷോപ്പിങ്ങിനോ അമ്പലത്തിലോ പോകുമ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയ പോരെ? ഐഡിയ, വെരി ഗുഡ് ഐഡിയ. കയ്യും കാലും ഓടിയണം, അരയ്ക്ക് കീഴ്പോട്ട് തളരണം. അയ്യോ, അത് എളുപ്പമാ. ഒരു പ്രൈവറ്റ് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചാ പോരെ? സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ അവിടെ ക്ലോസ്. താങ്ക് യു. എന്ന് നാളെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോ. ഓക്കെ. ഓക്കേ. ആ പണി നടക്കത്തില്ല. അതെന്താ? അവര് തട്ടിപ്പോകുമ്പോ വണ്ടി ഓടിക്കാൻ ഞാനും തട്ടിപ്പോവില്ലേ? അത് സാരല്ല. അങ്ങനെ ഇപ്പൊ താൻ ചത്ത മീൻ പിടിക്കണ്ട. പിന്നെന്താ ഒരു വഴി? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കൊച്ചമ്മയെ തളർത്തി കിടത്തണം. അത് ശാരീരികമായിട്ട് തന്നെ വേണമെന്നില്ലല്ലോ, മാനസികമായിട്ടാലും പോരെ? മതി. പക്ഷെ എങ്ങനെ? വഴിയുണ്ട്. മുതലാളിക്ക് കൊച്ചമ്മയിലുള്ള പാമ്പം പാലം പോലത്തെ ഉറച്ച വിശ്വാസം തകരണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. സത്യം? മംഗലം വീട്ടിൽ മാനശേശ്വരി ഗുപ്തയാണ് സത്യം. ഞാൻ ഏറ്റു. നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്താൻ ധൈര്യം കാട്ടിയ നീ ആരാണ് മകനെ? പാർവതി ഇല്ലേ ഇവിടെ? നിങ്ങൾ ആരാണ് മകനെ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. പാർവതി ഒന്ന് വിളിക്കും. പാർവതിയുടെ ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ അവളുടെ എല്ലാമായിരുന്നു. അവളെ എന്നിൽ നിന്നും തട്ടിയെടുത്ത നിങ്ങളോട് ദൈവം ഒരിക്കലും പൊറുക്കില്ല. പാർവതി. ഓഹോ, അപ്പൊ അണ്ണൻ ആ ആത്മാവിനെ എവിടുന്നോ തട്ടിക്കൊണ്ടുവരികയായിരുന്നു അല്ലേ? ഉണ്ടായിരിക്കട്ടെ കഴുതേ. എന്താ പാർവതി, ആരായിട്ടാ ഇയാള്? അത് നിനക്കല്ലേ അറിയൂ. പാർക്കുട്ടിക്ക് എന്നെ മനസ്സിലായില്ലേ? എന്നെ മറന്നൊന്ന് ഭാവിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ഇത് ഞാനാ, നിന്റെ ശിവേട്ടൻ. ഇതാണ് സ്ത്രീകളുടെ കുഴപ്പം. ഒരുത്തനെ സ്നേഹിക്കും, എന്നിട്ട് അവനെ വഞ്ചിച്ച് കേളവനായാലും വേണ്ടിയില്ല മറ്റൊരുത്തനെ കിട്ടും. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. എനിക്ക് ഇയാളെ അറിയത്തോലുമില്ല. നിനക്ക് ഇയാൾ അറിയില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ നിനക്ക് കത്തയച്ചത്? അയ്യോ ചേട്ടാ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇയാളെ കാണുന്നേ. ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റാത്ത കള്ളം പറയരുത്. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലാവില്ല. കാരണം നീ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഇതെന്റെ കാമുകനാണെന്ന് ഒരു സ്ത്രീയും പറയില്ല. പക്ഷേ എന്നോടൊത്തുള്ള ഇന്നലകൾ നിനക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഏത് ഇന്നലെ? എത്ര ഇന്നലകൾ ഓർമ്മയില്ലേ? കൊടൈക്കനാലിലെ 33-ാം നമ്പർ മുറി. അവിടെ ആയിരുന്നില്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? കള്ളം, പച്ചക്കള്ളം. ചേട്ടാ, ഞാൻ കൊടൈക്കനാലിൽ പോയിട്ടേ ഇല്ല. ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. മുറി നമ്പർ വരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? എന്റെ സർവേശ്വര, അങ്കുശമില്ലാത്ത ചാബല്യമേ നിന്നെ അങ്ങനെയെന്ന് വിളിക്കുന്നു ഞാൻ. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചോണ്ടിരിക്കുന്ന അവന്റെ ഒരു ശ്ലോകം. ശാന്തനാകൂ. എന്റെ ദൈവമേ. ആ മുറി മാത്രമല്ല ബ്രദർ, കന്യാകുമാരിയിലെ 48-ാം നമ്പർ മുറി. ഞങ്ങളുടെ 4 ദിവസത്തെ ഗന്ധം ഇന്നും അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. തേക്കടിയിലെ 11, കോവളത്തെ 13, കൊച്ചിയിലെ മതി. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. വേണ്ട, നിനക്ക് എന്തും തീരുമാനിക്കാം. ഇവിടെ നിൽക്കുന്നു ഒഴിച്ചു. അപ്പൊ ചേട്ടനൊന്നും വിശ്വാസമില്ലല്ലേ? ഇല്ല, നിന്നെ എന്നല്ല, ഒരു പെണ്ണിനെ എനിക്ക് വിശ്വാസമില്ല. ഇത്രയും ആയ സ്ഥിതിക്ക് ഞാനൊരു സത്യം പറയാം. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഞാനും ശിവേട്ടനും തമ്മിൽ അടുപ്പത്തിലാണ്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്റെ ശിവേട്ടനെ മറന്ന് കോടീശ്വരനായ നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചത്. ഇനി എന്റെ ശിവേട്ടനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ ഒരുക്കുമല്ല. ആയിട്ടാ നമുക്ക് പോ. എങ്ങോട്ട്? ചേട്ടന്റെ വീട്ടിലോട്ട്. ഞാനില്ല. ആ. ഇനി നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ട ഇവിടെ എനിക്കിനി വേണ്ട. എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഞാൻ പ്രാർത്ഥനാമുറിയിലേക്ക് പോവുകയാണ്. നാരായണ നാരായണ. എന്നാ ചേട്ടാ, വാ, നമുക്കും പോ. ഞാൻ വരുന്നില്ല. പിന്നെ എന്തോത്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ കഞ്ഞി പാട്ടിടാനോ? അത് പിന്നെ ഞാൻ പിന്നീട് വരാം. దొంగన కొడక నాకు తెలియకుండా ప్రేమిందా? ఎక్కడెక్కడ రూమ్ లో ఉన్నారు చెప్పావు? చెప్పడా దొంగ? కొడైకెనాల్లో 33, కన్యాకుమారిలో 47, తేక్కడిలో 10, కొచ్చిలో చెప్పడా దొంగ?
ఎందుకు లెటర్ చేసావు? ఎందుకు నీ వేషం కట్టి ఇక్కడ వచ్చావు? మూర్ఖుడా, దుర్మార్గుడా, నాకు బెదిరిస్తామని వచ్చావనా? నాను గుండూరు పార్వతి కరాటే బ్లాక్ బెల్ట్. తెలుసారా? చెప్ప విన్నవారా? కుక్కుల పిల్లిలా గాడిదలా ఏమిట్రా పిచ్చివాడు ചെയ്യരുത്, ഞാൻ പറയാം. ഇവിടുത്തെ മരുമക്കൾ പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. ഓ അതാണ് കഥ. വൃത്തികെട്ടവൻ, ഇറങ്ങി പോടാ പോടാ. അയ്യോ, ഇന്നെന്താ മുതലാളിക്ക് ഇത്ര സന്തോഷം? അവര് സാഷ്ടാംഗം വീണടോ. എട്ടി ഊറ്റി കുടിച്ചതിന് ശേഷമുള്ള ചണ്ടി പോലെയായി എന്റെ മക്കളും മരുമക്കളും. ഓഹോ. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞ് അവരെന്നോട് മാപ്പ് ചോദിച്ചടോ. എന്നിട്ട് മുതലാളി കൊടുത്തോ? കൊടുത്തു. ആഹാ. എത്ര വന്നാലും അവരെന്റെ മക്കളും മരുമക്കളും അല്ലേടോ. അപ്പൊ എന്റെ ഐഡിയ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോടോ വക്കീലെ? അഭിനയത്തിന് 2 തവണ ആന്ധ്ര ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിച്ച നടിയാ മുതലാളി അവര്. അവർ ഈ രംഗത്ത് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്നത്തെ പല ഉർവശിമാര് എന്നേ ഔട്ടായേന്. എന്നിട്ട് എന്താടോ അവര് പിന്നെ ആ വഴിക്ക് തിരിയാഞ്ഞത്? അവർ അഭിനയിക്കാൻ പോണത് അവർ ആങ്ങളയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അവർക്ക് ഈ ലോകത്ത് ആരെങ്കിലും പേടി ഉണ്ടെങ്കിൽ അത് ഒരാങ്ങളയെ മാത്രമാ. അത് ശരി. ആ പിന്നെ അയാൾ അറിയാതല്ലേ ഞാൻ പറഞ്ഞ് ഇത്രയും സമ്മതിപ്പിച്ചത്. എന്നിട്ട് നിയന്ത്രണം വിടാതെ എത്ര ഭംഗിയായി അവൾ എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു. പിന്നെ സംഗതികളൊക്കെ നേരെയായിട്ടുള്ള സ്ഥിതിക്ക് ഇനി ഇവിടെ ഒരു അമ്മായിയമ്മയുടെ ആവശ്യമുണ്ടോ വക്കീലെ? ഇല്ല മുതലാളി. അപ്പൊ ഇനി അവളെ പറഞ്ഞുവിടാലോ? പറഞ്ഞു വിടാം. പക്ഷെ പൊയ്ക്കഴിഞ്ഞാ മക്കളും മരുമക്കളും വീണ്ടും വാല് പൊക്കിയാലോ? അതിന് ഈ കളി അവരൊരിക്കലും അറിയാതെ തന്നെ പോരെ. പാർവതിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പാർവതി വീട്ടിൽ പോകുന്നു. എത്ര മാരക രോഗമായാലും ഒരിക്കൽ തിരിച്ചു വരേണ്ടതല്ലേ മുതലാളി? അതിനും വഴിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കണ്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാ പോരെ? അതെന്റെ മണ്ടന്മാരായിട്ടുള്ള മക്കൾ വിശ്വസിക്കും. അവര് ചിറ്റമ്മയെ കാണണോ നിർബന്ധം പിടിച്ചാലോ? അമ്മയെ നോക്കി നോക്കി ആ രോഗം ഇവൾക്കും പകർന്ന് ഇവളും മരിച്ചു എന്നോട് പറയണം. നേരത്തെ വക്കീലായിരുന്നു, ഇപ്പൊ പ്രമോഷൻ കിട്ടി, അതൊക്കെ പോട്ടെ. ഈ കാര്യം ചോദിച്ചാൽ തനിക്ക് വിഷമം തോന്നുമോ? മുതലാളി ചോദിച്ചോ? തനിക്ക് LLB എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ടാ? ഈ എല്ല് പോലെ ഇരിക്കണ എനിക്ക് LLB അല്ലാതെ പിന്നെ IPS കിട്ടോ? ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നീ അഭിനയിച്ചു. എനിക്ക് സന്തോഷായി. നമ്മൾ തമ്മിൽ എത്രയാ പറഞ്ഞുറപ്പിച്ചിരുന്നത്? 10,000 മുതലാളി. നീ എനിക്ക് ചെയ്ത ഉപകാരം വളരെ വളരെ വലുതാണ്. അതിന്റെ സന്തോഷത്തിന് ദാ ഒരു 10,000 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്. 10,000 രൂപ? അയ്യോ പാർവതി, 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 പാർവതി ഒന്ന് പിടിച്ചു കുലുക്കടോ. മുതലാളിയുടെ മുമ്പ് വെച്ച് എങ്ങനെ ഭാര്യയെ കുലിക്കുന്നു? കുലുക്കടോ. പാർവതി, 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 പാർവതി. അയ്യോ തട്ടിപ്പോയോ? എന്റെ വക്കീലെ, എനിക്കൊരു മനസമാധാനമില്ല. എനിക്കും അതില്ല. പക്ഷെ എന്റെ മുഖത്തത് കാണുന്നില്ലെന്നേ ഉള്ളൂ. തട്ടി അങ്ങാനും പോയാ വകുപ്പ് വേറെയാ. എന്റെ ഈശ്വര. ആരാ രാമൻ നായർ? ഞാനാ. പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ്. മുതലാളി, 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 മുതലാളിക്കും ഗർഭോ? ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഏത് നേരത്താണോ എന്തോ ഈ വീട്ടിൽ വന്ന് കയറാൻ തോന്നിയത്. മരുമക്കളെ പ്രസവിക്കുന്നതിന് മുൻപ് അമ്മായിയമ്മ പ്രസവിക്കാന്ന് വെച്ചാ ഒറിജിനൽ ആണെങ്കിലും വേണ്ടില്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? മക്കളെ മരുമക്കളെ ഒതുക്കാൻ വേണമെങ്കിൽ ഗുണ്ടകളെ വാടകയ്ക്ക് എടുക്കാം. അതിന് 2 അന്തസ്സുണ്ട്. അമ്മായിയമ്മ വേഷം കെട്ടിച്ച് കൊണ്ടുവരാന്ന് വെച്ചാ ഇതും ഒരു ഗുണ്ട തന്നെയാണല്ലോ. ഗുണ്ടൂരുകാരി ഗുണ്ട. അനുഭവിക്കട്ടെ. ആരനുഭവിക്കാൻ? ഇത് നമ്മൾ തന്നെ അനുഭവിക്കണം. ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി അവള് പൊടിയും തട്ടി പോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഇനി അവൾ ഈ പടി ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതെങ്ങനാ? 1 ലക്ഷപ്രഭുവിന്റെ ഗർഭമാ അവൾക്ക് തുളുവിനെ കിട്ടിയിരിക്കുന്നത്. അതാരെങ്കിലും വേണ്ടാന്ന് നോക്കോ? അവളുടെ കാര്യം പോട്ടെ, അത് എനിക്കാണെങ്കിൽ തന്നെ ഞാനത് വേണ്ടാന്ന് നോക്കോ? ഒറ്റ തൊഴിൽ വെച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എടോ വക്കീലെ, ഇത് എന്റെ അല്ല. അത് മുതലാളി പറയരുത്. അത്രയ്ക്ക് മണ്ടനല്ല പുഷ്പാങ്കതൻ. ഉണങ്ങിയിരിക്കുകയാണെങ്കിലും ഞാനും ഒരു വക്കീല. മുതലാളി വിശ്വസിച്ചാൽ ഞാൻ ഈ ചെറ്റത്തരത്തിന് കൂട്ടുന്നത്. മുതലാളി ആത്മസംയമനം കൈവിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. എടോ ഉണക്ക വക്കീലെ, എന്റെ ആത്മസംയമനം കൈവിട്ടു പോയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവളെ ഒരു പെങ്ങളായിട്ട് കരുതിയിട്ടുള്ളൂ. ഒന്ന് ചുമ്മാതിരി മുതലാളി. ഇത് ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളതാ. അബദ്ധം പറ്റി കഴിയുമ്പോ എല്ലാവരും ഇത് തന്നെ പറയാറുള്ളത്. ഒരു പുരുഷനും
ഒരു അന്യ സ്ത്രീയെ സ്വന്തം പെങ്ങളായിട്ട് കാണാൻ കഴിയില്ല. ഇതൊരു ലോക തത്വം. എന്നാ പെങ്ങളായിട്ടല്ല, ഞാൻ ഭാര്യയായിട്ടാണ് കരുതി വെച്ചോ. കം ടു ദ പോയിന്റ്. എന്നാലും ഇത് സംഭവിക്കില്ല. അതെന്താ? ഞാൻ മച്ചിയാണോ മച്ചി? മൂത്തവന് 10ാം ക്ലാസ്സിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോ ഞാൻ അതവിടെ ചെയ്തടോ. അപ്പൊ അതും കഴിഞ്ഞു. മുതലാളി ഒരു വികലാംഗനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗർഭം ആരുടേതാ മുതലാളി? അതവള് ചോദിച്ചിട്ട് പറയണില്ലല്ലോ. തള്ളയെ വിളിക്കാൻ സാരഥി അയച്ചിട്ടുണ്ടല്ലോ. തള്ളയെങ്കിൽ വരട്ടെ, രണ്ടിലൊന്നും അറിയാം. ആകപ്പാടെ മാറിയ കേസായി. ഇനി ഇവിടെ നിന്ന തടി ഉണ്ടാവില്ല, താടി ഉണ്ടാവില്ല. എത്രയും വേഗം ഹരിദ്വാറിലേക്ക് പോകണം. ചിറ്റപ്പനത് എങ്ങോട്ടാ? ഇനി നാം ഇവിടെ നിന്നാൽ ശരിയാവില്ല മക്കളെ. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു നാറ്റൊക്കെ നടന്നിരിക്കുമ്പോ ചിറ്റപ്പൻ പോയാലെങ്ങനെ? അതുകൊണ്ട് തന്നെയാണ് നാം പോകുന്നത്. അണ്ണൻ അത് നിഷേധിച്ച സ്ഥിതിക്ക് ആ പാപം ഇനി ആരുടെ തലയിലും വീഴാം. നമ്മുടെ ഈ വസതിയിലെ കർമ്മം അവസാനിച്ചിരിക്കുന്നു. നാം പോകുന്നു. മംഗളം ഭവന്തു. അയ്യോ ചിറ്റപ്പൻ, ഞാൻ പറയുന്നത് എല്ലാം കൂടി എന്നെ വല്ലവനെയും കൊച്ചിനെ തന്തയാക്കിയ സമാധാനമുള്ളൂ അല്ലേ? ഞാനില്ല. നാം ഹരിദ്വാരത്തിലേക്ക് പോകുന്നു. ആരും ഒരു ദ്വാരത്തിലേക്കും പോകുന്നില്ല. എന്നാ ഇതിലെ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് മതി യാത്ര. അത് മതിയോ? മതി. കല്ലും നെല്ലും തിരിച്ച് നേരം കളയാതെ നാട്ടുകാരറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊടുത്ത് കാര്യം ഒതുക്കുന്നതല്ലേ ഭംഗി? അത് ഞാൻ തീരുമാനിച്ചോളാം. സ്വാമി ഭാണ്ഡാകത്തോണ്ട് വെച്ചാട്ടെ. ഭാണ്ഡം വെക്കണം. സന്യാസിയാണെന്ന് ഞാൻ നോക്കൂല. അകത്ത് കയറി പോ സ്വാമി. അങ്ങനെ ഹരിദ്വാരം ചീറ്റി. നിങ്ങളും ഈ അതിർത്തി വിട്ടെങ്ങും പോകാൻ പാടില്ല. വക്കീലും ഈ പരിസരത്തൊക്കെ തന്നെ കാണണം. കുടുംബത്തിന്റെ മാനങ്ങളെ എന്തായ ദ്രോഹി. നീ നാടകസമിതിയെ കഴിമതിയാക്കി ഇങ്ങോട്ട് വന്ന് ഇതിനാണോടി? വേണ്ടാതേനെ ഒപ്പിച്ചു വെച്ച് കിടന്ന് മോങ്ങുന്നത് കണ്ടില്ലേ? നാക്കെടുത്ത് എന്തെങ്കിലും പറയടി. വേണ്ടേ എന്റെ വിധമാരാ ചോദിച്ചതിന് സമാധാനം പറയടി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മനസ്സമാധാനമൊക്കെ ഉണ്ടായിട്ടില്ല. എനിക്ക് താൻ തന്നെ എന്റെ ആള്. എന്റെ മോളെ പഠിപ്പിച്ചൊരു മൂലയിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഉലാത്തുവാണ് അല്ലേ? അവള് പറഞ്ഞോ മുതലാളിയെ പഠിപ്പിച്ചതെന്ന്? തെലുങ്കിലാണ് പറഞ്ഞെങ്കിലും അവളുടെ മുഖഭാവത്തിൽ എനിക്ക് മനസ്സിലായി. ഇയാള് തന്നെയാണ് അവളെ ചതിച്ചത്. അപ്പൊ ചേച്ചിക്കും തെലുങ്ക് അറിയത്തില്ലേ? അതെങ്ങനെയാ? 8 വർഷം ഒരു തെലുങ്കന്റെ കൂടെ താമസിച്ചിട്ടും എനിക്കത് പറ്റിയിട്ടില്ല. ആ 8 വർഷത്തിന്റെ 4 തവണയല്ലേ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. എന്നാ പിന്നെ തെലുങ്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാളെ വിളിച്ച് ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട വക്കീലെ. അങ്ങനെ ആരെയും വിളിക്കുകയും വരുത്തുവൊന്നും വേണ്ട. നിങ്ങളാണ് ഇതിന് സമാധാനം പറയേണ്ടത്. എടോ യൂത്തിലി, താൻ എന്റെ വീട്ടിൽ വന്ന് അട്ടിപ്പേറി കിടന്ന് ചെല്ലടോ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. വേറെ ഒരു അപകടം ഉണ്ടാകത്തില്ലെന്ന് താൻ വാക്ക് വന്നല്ലടോ. ഇവിടെ ഉള്ളവർക്ക് എന്നെ പോലെ വികാരം നിയന്ത്രിക്കാൻ കഴിവില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഓ, എന്റെ പെങ്ങളെ ബോധമുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല, അത് ഉറപ്പാ. അപ്പൊ നിങ്ങൾ വെണ്ണോടിക്കും അല്ലേ? എന്റെ ദൈവമേ, അച്ഛാ, 4 ആൾ അറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെങ്കിലും ഒതുക്കി തീർക്ക്. അതിനിവിടെ എന്ത് സംഭവിച്ചു? ഇതെന്റെ സ്വന്തം കാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കണ്ടച്ചാ. ശാന്തി ശാന്തി. അണ്ണാ, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ എന്തെങ്കിലും സംതിങ് കൊടുത്ത് ഒതുക്കി വിട്. സാധാരണ ചെയ്യാറുള്ളത് പോലെയോ? അതെ. ഓഹോ, അപ്പൊ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിതല്ലേ? പെങ്ങളെ ഒരു മിനിറ്റ് ഒരു ഒറ്റടി വെച്ചെന്നാണ്ടല്ലോ. നീയൊക്കെ മര്യാദക്കിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നില്ല. അടുത്ത് പോകാം. ഇതിനുള്ള പോകുമ്പോൾ ഞാൻ തന്നെ കണ്ടോളാം. അതിനൊരു ഒറ്റ പോവഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങോട്ട്. ഒരു താലി മേടിച്ച് നിങ്ങൾ അവിടെ കഴിച്ചോട്ടം കിട്ടിയാ ഇപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. നിന്നെ ഞാനൊന്ന് ഞെക്കി കൊന്നോട്ടെ. അല്ലെങ്കിൽ വേണ്ട, താലി കെട്ടാനോ ഈ ഞാനോ? പിന്നെ ഞാനോ? എനിക്ക് സൗകര്യമില്ല. കെട്ടിയില്ലെങ്കിലേ എന്റെ മോൻ ഇമ്പിച്ചിങ് എത്തും. അവൻ വന്നാ പിന്നെ ഇവിടെ എന്താ നടക്കാൻ ദൈവത്തിന് പോലും അറിയില്ല.